ാക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഈ പ്രയോഗത്തിന് പുറമെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 25-ാം സൂക്തത്തിലൂടെ പ്രത്യേകം ഉണർത്തിയ മറ്റൊരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും. പരസ്പരം സംതൃപ്തിയില്ലാത്ത, ഉഭയ സംതൃപ്തിയില്ലാത്ത വിധത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടക്കാൻ പാടില്ല, വ്യവഹാരങ്ങൾ നടക്കാൻ പാടില്ല. ഹലാലായത് മാത്രം, ഹറാമായത് പാടില്ല. അന്യായമായി ഒന്നും സമ്പാദിക്കുവാൻ, മറ്റൊരാളുടേതും അന്യന്റേത് അപഹരിക്കുവാൻ പാടില്ല. ഇളവ് നൽകണം, കടം കൊടുക്കണം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂക്തം, ഒരു പേജ് നിറഞ്ഞു നിൽക്കുന്ന സൂക്തം കടമിടപാടുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുമ്പോ ഖുർആനിന്റെ മഹത്വമാണ് മനസ്സിലാകുന്നത്. തൊട്ടയൽവാസിയായ ഒരു മനുഷ്യൻ 10,000 പൊടിപൊടിക്കുമ്പോ തൊട്ടിപ്പുറത്തുള്ള പാവം മനുഷ്യൻ 500 രൂപ വട്ടിപ്പലിശക്കാരനോട് വാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിസ്സംശയം കൂട്ടരെ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു അയൽപ്പക്കക്കാരൻ നിങ്ങൾ സുഭിക്ഷമായി ജീവിതം അനുഭവിച്ചപ്പോ തന്റെ കുഞ്ഞിന് ബാഗ് വാങ്ങാൻ കാശില്ലാഞ്ഞിട്ട്, തന്റെ ഉമ്മയുടെ രോഗശമനത്തിന് ആശുപത്രിയിൽ അഭയം തേടാൻ ആരോടെങ്കിലും പലിശക്ക് വാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഷുവർ, സംശയമില്ല, അള്ളാന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഞാൻ ചെയ്താൽ ഞാൻ മറുപടി പറയേണ്ടി വരും. ചിലർക്ക് ഒരുപാട് നൽകും അല്ലാഹ്, ചിലർക്ക് ഒരുപാട് നൽകും, ചിലർക്ക് കുറച്ചേ കൊടുക്കുള്ളൂ. എന്തിനാ? ബാപ്പ 4 ആൺകുട്ടികളുള്ള ഉപ്പ 4 പേർക്ക് കൂടെയുള്ള 100 രൂപ മൂത്ത കുട്ടിയുടെ കൈ കൊടുത്തു, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് തന്നെയാണത്. നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഭൂമി ലോകത്ത് എവിടെയെങ്കിലും ഒരു പഞ്ചായത്തിലും 100% ആളുകളും സമ്പന്നരായ ഏതെങ്കിലും ഒരു സ്ഥലം? അസാധ്യമാണ് കാണിക്കാൻ. ഏതെങ്കിലും ഒരു വില്ലേജ് 100% ആളുകളും ദരിദ്രരായ സ്ഥലം? അസാധ്യമാണ്. പറഞ്ഞതിനർത്ഥം ഒരു വെല്ലുവിളിയല്ല, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അതുകൊണ്ടാ പടച്ചോൻ പറഞ്ഞത് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് കൊടുക്കണം എന്ന്. നിങ്ങളത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സക്കാത്തിനെ കുറിച്ച് ആലോചിക്കണേ. ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുമെന്നതുകൊണ്ട് അങ്ങോട്ട് അധികം കടക്കുന്നില്ല.